നിങ്ങളോട് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ കാർ ബ്രാൻഡ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതായിരിക്കും പറയുക? ചിലപ്പോൾ ഫെറാറി പറയുന്നുണ്ടാവും, ലംബോഗിനി പറയുന്നുണ്ടാവാം, ചിലപ്പോൾ മെസറാട്ടി പറയുന്നുണ്ടാവും. എന്നാൽ കുറച്ചുകൂടെ വണ്ടികളെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നവർ ഫിയറ്റോ, ലാൻസിയ അല്ലെങ്കിൽ അബാർത്ത് പോലെ വണ്ടി വരും. പെർഫോമൻസ് കാർസിനെ കുറിച്ച് പറയുന്നവരാണെങ്കിൽ പെഗാണി മറക്കാതെ വരും. എന്നാൽ 100 വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഒരു ബ്രാൻഡാണ് ആൽഫ റോമിയോ. അതിൽ തന്നെ അവരുടെ പെർഫോമൻസ് ഡിവിഷന് ഇപ്പോൾ 100 വർഷമായി. ഈ 100 വർഷം ആഘോഷിക്കുന്ന ആൽഫ റോമിയോയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വെറും ആൽഫ റോമിയോ അല്ല, അതിൻ്റെ തന്നെ ഏറ്റവും നോൺ ആയിട്ടുള്ളൊരു കാർ ജൂലിയ കോർഡോഫോളിയോ. ഇതിൻ്റെ ഒരു ഡ്രൈവ് നമ്മളിവിടെ യൂറോപ്യൻ ആൽപ്സിൽ നിന്ന് കൊണ്ടുവരണം. സോ ഓൾ മൈ ഫ്ലൈവേഴ്സ്, വെൽക്കം ടു ഫ്ലൈവേ. ഇതാണ് ഞാൻ പരിചയപ്പെടുത്തുന്ന വണ്ടി, പുതിയ ആൽഫ റോമിയോ ജൂലിയ കോർഡോഫോളിയോ. ഇത് സെൻറ്റനറി എഡിഷൻ ആണ്. 100 വർഷം കോർഡോഫോളിയോ ആഘോഷിക്കുന്ന ഭാഗമായിട്ട് ഇറക്കിയിട്ടുള്ള മോഡലാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ജൂലിയയിലാണ് ഇത് ബേസ് ചെയ്തിട്ടുള്ളത്. വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു 90 ഡിഗ്രി V6 ഉണ്ട്. അതുപോലെ തന്നെ അമേസിങ് പെർഫോമറാണ്. ഇത് നമുക്കറിയാവുന്ന ചില വണ്ടികൾ പറയുകയാണെങ്കിൽ ആ വണ്ടികളെ കോമ്പറ്റീഷൻ ചെയ്യുന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്. BMW M3, മെർസിഡീസിൻ്റെ C63, Audi RS4 ഈ ഒരു കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് പെർഫോമിംഗ് സിഡാൻസ് കൂടിയാണിത്. അതെല്ലാം നമുക്ക് പരിചയപ്പെടാം. അതിൻ്റെ മുന്നേ ഇവിടെ ഒരു ലോഗോ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കോർഡോഫോളിയോ 100 വർഷം ആഘോഷിക്കുന്ന കോർഡോഫോളിയോയിൽ 4 ഇലകൾ കാണാം. അതാണ് ഇതിൻ്റെ ലോഗോ. പക്ഷേ ഈ സെൻറ്റനറി എഡിഷൻ അതിൻ്റെ ചുറ്റും ഒരു ഗോൾഡൻ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ബട്ട് ലെറ്റ്സ് ഗോ ഫോർ ദ ഡ്രൈവ്. റോ പവർ ഫ്രം എ 90 ഡിഗ്രി V6 അതാണ് നമ്മളിപ്പോൾ ആസ്വദിച്ചത്. ഞങ്ങളിപ്പോൾ നോക്കാം സ്ട്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓസ്ട്രിയയിലുള്ള വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ റോഡ്സ് ഇൻ യൂറോപ്പ് ഇവിടെയുള്ളത്. നമ്മളിത് ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ ഇറങ്ങി വന്നു, വീണ്ടും ക്ലൈംബ് ചെയ്യാണ്. ഈ സമയത്തെല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമുണ്ട്. നമ്മൾ സാധാരണ ഒരു സ്പോർട്സ് കാർ എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് കാർ എന്ന് പറയുമ്പം നമ്മൾ കുറേ കൺസ്ട്രെയിൻസ് നിൽക്കാറുണ്ട്. എന്നാൽ അതിലൊരു സിഡാൻ ഫോം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എല്ലാം കൂടിയൊരു ഫീൽ ഉണ്ടാവാറില്ല. പെർഫോമൻസ് ഉണ്ട്, പ്രാക്ടിക്കാലിറ്റി ഉണ്ട്, ഈ പറഞ്ഞ പോലെ നമ്മൾ ഫാമിലി ആയിട്ട് പോകാൻ പറ്റും, ഇങ്ങനെ കളിക്കാൻ പറ്റും. ഇതെല്ലാമാണ് പെർഫോമൻസ് കാറിൻ്റെ അല്ലെങ്കിൽ പെർഫോമൻസ് സിഡാൻ്റെ ഒരു പ്രത്യേകത. ഇവിടുത്തെ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ റോഡ്സാണ്. പക്ഷെ മഴ പെയ്തുകൊണ്ട് നല്ല സ്ലിപ്പറിയാണ്. ഇതിപ്പോ വെറും ഡൈനാമിക് മോഡിലുള്ള പെർഫോമൻസ് ആണ്. നമ്മൾ റേസ് മോഡിൽ ഇട്ടില്ല, കാരണം തീരെ ട്രാക്ഷൻ കിട്ടില്ല. അത്രയ്ക്കും കംപ്ലീറ്റ്ലി സ്റ്റെബിലിറ്റി പ്രോഗ്രാംസിൽ ഓഫ് ചെയ്യുന്നുണ്ട്. സോ ഐ എം ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ദ സെഗ്മെന്റ്. ഈ ഒരു സെഗ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഇത് റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വർഷങ്ങളായിട്ട് റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് BMW M3 ആണ്. M3 അതിൻ്റെ കുപ്പേവർ ഡെറിവേറ്റ് ആയിട്ടുള്ള M4 ഉണ്ട്. പിന്നീട് കുറച്ച് കാലത്തേക്ക് C63 വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും അത് M3 സോണിലേക്ക് തന്നെ വന്നു. ഇതിൻ്റെ ഇടക്കാലത്ത് RS4 ഓടിയെന്ന് വന്നു. ഇങ്ങനെ പലരും വന്നു കഴിഞ്ഞാലും ഒരു M3യുടെ ഒരു റൂളിംഗ് സെഗ്മെന്റ് ആയിട്ട് നിൽക്കുന്ന സെഗ്മെന്റ് തന്നെയാണിത്. അപ്പോൾ ആ സെഗ്മെന്റിലേക്കാണ് ഫുൾ റിയർ വീൽ ഡ്രൈവ് ആയതുകൊണ്ടാണ് ആ ട്രാക്ഷൻ കിട്ടുന്നത്. Oh God. So full fun. ഈ ഒരു ഫണ്ണ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പാക്കാണ് സാധാരണ M3 പോലെ വണ്ടിയിലുണ്ടായത്. പക്ഷേ M3ക്ക് ഒരു റിയൽ ത്രെട്ടായിട്ട് നിൽക്കുന്ന, എന്നാൽ സെയിൽസിലല്ലെങ്കിൽ കൂടി എന്തുസാസിനായിട്ടും മാറ്റി ചിന്തിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ആൽഫ റോമിയോയുടെ ജൂലിയ കോർഡോഫോളിയോ. Oh my God. ദിസ് ഫുൾ വിത്ത് ട്രാക്ഷൻ ആണ് ഈ കളി കളിക്കുന്നത്.
സോ ഈ ഒരു സെഗ്മെൻറ്റിൽ ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല വണ്ടികളിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നെങ്കിലും ഇപ്പം ആൽഫ റോമിയോ ചെയ്തിരിക്കുന്നത് വേറെ തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ. ബേസിക്കലി അവർ ക്ലെയിം ചെയ്തില്ലെങ്കിലും ഫെറാറിയുടെ കാലിഫോർണിയയിൽ നിന്ന് എടുത്തിട്ടുള്ള V8 എഞ്ചിനെ 2 സിലിണ്ടർ കട്ട് ചെയ്ത് 6 സിലിണ്ടർ ആക്കി 90 ഡിഗ്രിയിൽ റീറ്റെയിൻ ചെയ്തു. 2.9 ലിറ്റർ ആണ്. അതിന് 530 PS പവറും 600 Nm ടോർക്കും കൊടുത്തു. Made it to an 8-speed ZF gearbox. That is what we are driving right now. And this is something which is a M3 killer. വൺ ഓഫ് ദ മെയിൻ ഹൈലൈറ്റ് ഓഫ് ദിസ് കാർ ഈ ഒരു എൻജിൻ തന്നെയാണ്. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെറാറിയിൽ നിന്ന് എടുത്തിട്ടില്ല, ഫെറാറിയുടെ കാലിഫോർണിയയിൽ നിന്ന് എടുത്തിട്ടുള്ള V8, അതും 90 ഡിഗ്രി V8. അത് ശരിക്കും ഇങ്ങനെ നിൽക്കും. ആ 90 ഡിഗ്രി V8ൻ്റെ 2 സിലിണ്ടർ ചോപ്പ് ചെയ്തിട്ട് 6 സിലിണ്ടർ ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു V6 90 ഡിഗ്രി ആയിട്ടുള്ളൊരു എൻജിനത്. 2.9 ലിറ്റർ ഞാൻ നേരത്തെ പറഞ്ഞു, 530 HP പവറും അതുപോലെ 600 Nm ടോർക്കെല്ലാം വരുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത, ഇത് ട്വിൻ ടേബോ ആണ്. ടേബോ പ്ലേസിങ്ങും നടുവിലാണ് നിൽക്കുന്നത്. ഈ വീൻ്റെ ഉള്ളിലാണ് ടേബോ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ നേരത്തെ കണ്ടിരുന്ന AMGയുടെ പുതിയ എൻജിൻസിലാണ്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബോ കുറച്ചുകൂടിയും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും, ചൂട് എൻജിൻ്റെ കിട്ടും, അങ്ങനെ കുറേ എഫക്റ്റീവായിട്ടുള്ള കാര്യം. പിന്നെ ടേബോ എന്നുള്ള എയർ പുഷും എയർ ഫ്ലോ എല്ലാം തന്നെ കുറച്ചുകൂടി എഫക്റ്റീവ് ആവും. ഇതിൻ്റെ പുറമെ ഇതിൽ വന്നിരിക്കുന്നത് ZFൻ്റെ തന്നെ 8-സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ZFൻ്റെ 8-സ്പീഡ് ഗിയർ ബോക്സ് ആണ് വേറെയും ബ്രാൻഡിൽ കണ്ടിട്ടുണ്ടോ. പക്ഷേ ഏറ്റവും ഫൈനസ്റ്റ് ട്യൂൺ ചെയ്തിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ഇതാണെന്നാണ് പലരും ക്ലെയിം ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒന്നാമത് നമ്മൾ മാനുവൽ മോഡിൽ ഉപയോഗിക്കുമ്പം ഡൗൺ ഷിഫ്റ്റ് എല്ലാം തന്നെ വരുമ്പം പക്ക ആണ്. അതിന് പുറമെ സോഫ്റ്റായിട്ട് ഉപയോഗിക്കുമ്പോഴും നമ്മൾ നോർമലി എടുത്ത് പോകുമ്പോഴും സോഫ്റ്റായിട്ടാണ് ഗിയർ ചേഞ്ച് എല്ലാം വരുന്നത്. അതിൽ ചെറിയ ജേർക്കോ കാര്യമൊന്നും വരുന്നില്ല. ഇതിൻ്റെ പുറമെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ഫ്രണ്ട് എൻജിൻ റിയൽ ഡ്രിവൺ ആണ്, 4-വീൽ ഡ്രൈവ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ടെയിൽ ഹാപ്പി കാറാണ്. അതിനെക്കുറിച്ച് ഞാൻ വേറെ പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ പറയാം. അതിൻ്റെ പുറമെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവ് ഷാഫ്റ്റ് കാർബൺ ഫൈബർ ആക്കി. ഇതൊന്നല്ലാതെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിൽ വന്നിരിക്കുന്ന എക്സോസ്റ്റ് അക്രോപൊളിക്കിൻ്റെ എക്സോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ സൗണ്ട് അല്ല ഉള്ളത്. സാധാരണ നമ്മൾ ഇപ്പം പലരും വണ്ടിയിലും കേൾക്കുന്ന പോലെ സ്പീക്കറിലൂടെ സൗണ്ട് കേൾക്കില്ല, റിയൽ ആയിട്ടുള്ള സൗണ്ടാണ്. അത് നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യും. ആ സൗണ്ട് ശരിക്കും നമുക്ക് ഉള്ളിൽ നിന്ന് ഇരിക്കുന്നതിനേക്കാളും ഗ്ലാസ് തുറന്ന് വെച്ചിട്ടോ പുറത്ത് കേൾക്കുന്നത് ഏറ്റവും രസമായിട്ട് തോന്നിയില്ല. സോ യു ആർ ഗൈസ് ആർ ഗോണ എൻജോയ് ഇറ്റ് മോർ ദാൻ മീ. കേട്ടല്ലോ, ഒട്ടും ക്ലിയർ അല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. കാരണം അത്രയ്ക്കും ഹെവി കാറ്റായിരുന്നു. ഞങ്ങൾ ഈ ട്രിപ്പിൽ 3 കൺട്രീസ് കവർ ചെയ്യുന്ന രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഒന്ന് ഓസ്ട്രിയ, മറ്റൊന്ന് ഇറ്റലി, മൂന്നാമതായിട്ട് സ്ലൊവേനിയ. സ്ലൊവേനിയയുടെ ബോർഡറാണിത്. ആക്ച്വലി ഇറ്റലിയും സ്ലൊവേനിയയും ചേർന്ന് നിൽക്കുന്നൊരു ഭാഗമാണിത്. ഈ സ്ഥലത്തിന് പറഞ്ഞത് മാൻഗ്രാഡ് സ്ട്രാറ്റൽ റോഡ് എന്നാണ്. ഏറ്റവും മികച്ച യൂറോപ്പിലെ 3 റോഡുകൾ കൊണ്ടുവരിക എന്നുള്ളതും കൂടിയായിരുന്നു ഈ ഒരു ട്രിപ്പിൽ ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ആദ്യ ദിവസം ഞാൻ കൊണ്ടുവന്ന നോക്കാൻ സ്ട്രാച്ച്, അതായത് നോക്കാൻസ് റോഡ്, അത് ഓസ്ട്രിയയുടെ ഭാഗമായിട്ടുള്ളായിരുന്നു. ഈ മാഗൻ സ്ട്രാറ്റൽ എന്ന് പറയുന്നത് ഇറ്റലിയുടെയും സ്ലൊവേനിയയുടെ ബോർഡറിൽ നിൽക്കുന്ന ഒരു റോഡാണ്. ഇവിടെ ഈ സന്ദർഭത്തിൽ ആക്ച്വലി ഞങ്ങൾ വെതർ ഫോർകാസ്റ്റ് നോക്കാതെ വന്നുകൊണ്ട് തന്നെ ശരിക്കും പെട്ടുപോയി. അത്രയ്ക്ക് മഞ്ഞും മഴയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് നമ്മൾ ഇവിടെ ഉള്ളപ്പം ആകെ 2 മനുഷ്യജീവികളെ ഉള്ളായിരുന്നു. ഒന്ന് കുഞ്ഞാലും ഒന്ന് ഞാനാണ്. പിന്നെ കുറച്ച് ഈ മേഞ്ഞ് കിടക്കുന്ന ആളുകളെ മാത്രമാണ് കാണാൻ പറ്റിയത്. വേറെ ജീവനൊന്നും തന്നെ ഈ ഭാഗത്തുണ്ടായിരുന്നില്ല. അതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആയിരുന്നു. ഒന്നാമത് ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഡ്രൈവ്, ചെറിയ ചെറിയ ടണലുകൾ, ചെറിയ റോഡ്, വളരെ നേരിയ റോഡും എല്ലാം ചേർന്ന് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു ഫീലിംഗ് കൂടെ കിട്ടിയപ്പോൾ പെട്ടെന്ന് കുണാൽ പറഞ്ഞ ശരിക്കും ചിന്തിച്ചു പോയി. ഈ സമയത്ത് ആ ലോകത്തുള്ള 2 ഇന്ത്യൻ അല്ലെങ്കിൽ 2 മനുഷ്യൻ നമ്മൾ മാത്രമായിരുന്നു. എന്തായാലും വിഷ്വലി നമുക്ക് ഒരുപാടൊന്നും കാഴ്ചവെക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളിവിടുന്ന് കൊണ്ടുപോകുന്ന ഒരു ഫീലിംഗ് അല്ലെങ്കിൽ അനുഭവം നടന്നത് വളരെ വ്യത്യസ്തമായിരുന്നു. മൂന്നാമതായിട്ട് ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ് വിലാജ് എന്ന് പറഞ്ഞ സ്ഥലം.
ഇറ്റലി ചേർന്നിട്ടാണ് നമ്മൾ പോയെങ്കിലും നമ്മൾ അവിടെ വിചാരിച്ചിരുന്ന ഒരു മെയിൻ റോഡ് ഉണ്ടായിരുന്നു, അവിടെ നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. കാരണം അവിടെ റോഡ് വർക്ക് നടക്കുന്നുണ്ട്. ആ ഒരു മെയിൻ ആയിട്ടുള്ള ഡ്രൈവിംഗ് റോഡ് അത് ക്ലോസ്ഡ് ആയിരുന്നു. അൽഫ റോമിയോൻ്റെ ഒരു ഫെറാറി കണക്ഷൻ കാണുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അത് സാധാരണ നമ്മൾ സ്പോർട്സ് കാർസിൽ കാണുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. സാധാരണ സ്പോർട്സ് കാർ നമ്മൾ ഗിയറിൽ എൻഗേജ് ചെയ്യാറില്ല, എസ്പെഷ്യലി ഫെറാറി ആണെങ്കിലും ലംബോർഗിനിയിലാണെങ്കിലും നമ്മൾ പാഡൽ ഷിഫ്റ്റേഴ്സിലാണ്. വണ്ടി ഓൺ ആയി കഴിഞ്ഞാൽ ന്യൂട്രലുണ്ടോ പാഡൽ ഷിഫ്റ്റിൽ നമുക്ക് എൻഗേജ് ചെയ്യാം. അപ്പ് ആൻഡ് ഡൗൺ എല്ലാം അതിൽ ചെയ്യാം. റിവേഴ്സിന് വേറെ ബട്ടണോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യാൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. പിന്നീട് നമുക്ക് ഡ്രൈവിലേക്ക് പോകണമെങ്കിൽ സാധാരണ ഇലക്ട്രിക് വെഹിക്കിൾ ചെയ്യാറില്ല, വീണ്ടും നമ്മൾ പ്ലസ് പെഡൽ അല്ലെങ്കിൽ അപ്പ് ഷിഫ്റ്റാണ് പ്രസ് ചെയ്യാറുള്ളത്. ഇവിടെയും അങ്ങനെ ഒരു ഗുണമുണ്ട്. സാധാരണ ഒരു ഗിയർ ലിവർ ഇവിടെ ഉണ്ട് ജോയ്സ്റ്റിക് ആയിട്ടുള്ള, അത് നമുക്ക് BMW ഓർമ്മിപ്പിക്കുന്ന രീതി, പഴയ BMW ഓർമ്മിക്കുന്ന രീതിയിലുള്ള. അതിൽ നമുക്ക് സാധാരണ ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്യാം. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോഴും ഇനിയിപ്പോൾ റിവേഴ്സിലിട്ട് കഴിഞ്ഞാലെല്ലാം തന്നെ നമുക്ക് ഈ എൻഗേജ്മെൻറ്റിൽ ഡ്രൈവ് സെലക്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ വീണ്ടും റിവേഴ്സിൽ എൻഗേജ് ചെയ്തു, വെറുതെ ഒന്ന് പെഡൽ ഷിഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഡ്രൈവിലേക്ക് പോകും. ഇത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ്. സാധാരണ നമ്മൾ പലപ്പോഴും പെട്ടെന്നും 3-point ടേണിൽ എടുക്കുന്ന സമയത്ത് ഗിയർ ചേഞ്ച് ചെയ്ത് ചിലപ്പോൾ വീഴാതെക്കുന്ന പ്രശ്നങ്ങളും വരാറുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു കൺവീനിയൻറ്റ് ഗിയർ ബോക്സ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് ഗിയർ ലിവർ മെർസിഡീസിൽ വരുന്ന ഈ ഒരു കോളം ഷിഫ്റ്റേഴ്സാണ്. ബാക്കി എല്ലാ കേസിലും ഉള്ളതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ഗിയർ സെലക്ഷൻ മെത്തേഡാണ്. സോ നമുക്ക് അത് വെച്ചിട്ട് തുടങ്ങാം. Head northeast on Winebeam, then turn left to stay on Winebeam. ബേസിക്കലി അൽഫ റോമിയോ ജൂലിയയിലുള്ള ഡ്രൈവ് സെലക്ഷൻ മോഡ് ഇവിടെ നോബിലാണ്. അതിൽ നമുക്ക് DNA എന്ന് കാണാം, അതിവിടെ സ്ക്രീനിലും കാണിക്കും. DNA പുറമെയുള്ള റേസ് മോഡാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് റോട്ടറി നോബിൽ സെലക്ട് ചെയ്യാം. D എന്ന് പറഞ്ഞാൽ ഡൈനാമിക്, അതുപോലെ തന്നെ N എന്ന് പറഞ്ഞാൽ നാച്ചുറൽ, A എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് എഫിഷ്യൻസി, എക്കോ മോഡ്. പിന്നെ റേസ് സെലക്ട് ചെയ്യാൻ നമ്മൾ കുറച്ച് റേസിലേക്ക് വെച്ചിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നതിൽ റേസ് സെലക്ട് ചെയ്യും. റേസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എല്ലാ ഇലക്ട്രോണിക്സും കട്ടാണ്. കംപ്ലീറ്റ്ലി ESC എല്ലാം കട്ടായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്കതിവിടെ നോട്ടിഫിക്കേഷനും കിട്ടും. നമ്മളത് കഴിഞ്ഞ തവണ റോഡിൽ കുറച്ച് വെറ്റായ സമയത്ത് എടുത്തപ്പോൾ തന്നെ ശരിക്കും അത് മനസ്സിലായി. സ്ട്രെയിറ്റ് ലൈനിൽ പോലും പെടഞ്ഞിട്ടാണ് പോയിരുന്നത്. പക്ഷെ ഇപ്പോൾ ഉള്ള ഞാൻ ഡൈനാമിക് മോഡിലാണ്. ഡൈനാമിക് മോഡിൽ നമുക്ക് ശരിക്കും ആ ഒരു ത്രോട്ടിൽ ബീപ്പും അതുപോലെ തന്നെ ഈ ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ചേഞ്ചിൽ മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു വരുന്നു, ഈ ഒരു ഗിയർ ബോക്സ് ZF-ൻ്റെ ഫേമസ് ആയിട്ടുള്ള ഗിയർ ബോക്സാണ് 8 സ്പീഡ്. പക്ഷേ അൽഫയിലുള്ള ഒരു ട്യൂണിങ് അത് അടിപൊളിയാണ്. ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം ഫട്ടാണ്. ഡൗൺ ഷിഫ്റ്റാണ് ശരി, ക്വിക്ക് ആയിട്ടുള്ളൊരു ഗിയർ ഷിഫ്റ്റാണ് ഇതിൻ്റെ വലിയൊരു അട്രാക്റ്റീവ് എലമെൻറ്റ്. അത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു റോഡിൽ നമ്മളിപ്പം കുറച്ച് ഫാസ്റ്റായിട്ട് ഓടിക്കുന്ന സമയത്ത് ഡൗൺ ഷിഫ്റ്റിൽ നമുക്ക് ഗിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എഞ്ചിൻ ബ്രേക്കിംഗ് കിട്ടും. പ്രത്യേകിച്ച് ഇറക്കത്തിൽ ബ്രേക്ക് ചൂടാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൽ ഗിയർ ബോക്സ് വളരെ ഇമ്പ്രസ്ഡ് ആയിട്ട് എനിക്ക് തോന്നി. സാധാരണ അധികം വണ്ടികൾക്കുള്ളതിനേക്കാളും കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ട്യൂണിംഗ് ആണ് ഗിയർ ബോക്സിനുള്ളത്. ഗിയർ ബോക്സ് ഗിയർ ബോക്സ് ആണെങ്കിൽ ഡ്രൈവ് ആണെങ്കിൽ വെറും റിയർ വീലിലേക്ക് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം അത് 105-ലാണ് ഞാൻ ടേൺ എടുത്തത്. എന്നാലും വളരെ സ്റ്റേബിളായിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു ഫീലാണ് ഈ ഒരു ഫീലാണ് ഇതിൽ ഏറ്റവും അധികം നമ്മളെ ത്രസിപ്പിക്കുന്നത്. കാരണം നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഡ്രൈവ് എൻജോയ് ചെയ്യാനാണെങ്കിൽ ആ എൻജോയ്മെൻറ്റ് ശരിക്കും ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് രണ്ടാൾക്കാണ്. ഫ്രണ്ടിൽ 2 ആൾക്കാർ ഇരുന്ന് പോവുകയാണെങ്കിൽ വളരെ അധികം നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. റിയറിൽ ഇരിക്കുമ്പോഴുള്ള പ്രശ്നമല്ല, ഇരിക്കാനുള്ള സ്ഥലം കുറയുന്നുള്ളതാണ്. ബേസിക്കലി നമ്മളൊരു ഡ്രൈവിംഗ് പൊസിഷനിൽ തന്നെ ബാക്ക് കുറച്ച് ടൈറ്റാണ്. അപ്പം കുനാലിനെ പോലെ കുറച്ച് ഹൈറ്റ് ആൾ ഇരിക്കുമ്പോഴേക്ക് ബാക്കിലുള്ള ആൾക്ക് ഇരിക്കാൻ തന്നെ സ്ഥലമില്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു ഇൻകൺവീനിയൻസ് ഉണ്ട്. ബട്ട് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ കാർ ഫോർ 2 person and 2 kids, ഇത് അടിപൊളി ഓപ്ഷൻ തന്നെയാണ്. ഇന്ത്യയിൽ അത് കിട്ടുന്നതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മൾ ഈ കാണുന്ന ഓഡിയൻസിൽ പുറത്തുള്ളവർക്കെല്ലാം വാങ്ങണമെങ്കിൽ
ഒരു എൻജോയ് ചെയ്യാനുള്ള ഒരു കാറാണെങ്കിൽ ഇത് അടിപൊളിയാണ്. സോ ടോക്കിംഗ് അബൌട്ട് ദ ഇൻറ്റീരിയർ, ഭയങ്കര പുറത്ത് എക്സ്റ്റീരിയർ കണ്ട പോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിസൈൻ, എന്താ പറയുക, മാസ്പിറ്റൊക്കെ ഇതൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു ഡിസൈനാണ്. ഇതിൽ മെയിനായിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെ ഓപ്പൺ പോർ ആയിട്ടുള്ള കാർബൺ ഫൈബർ. ഇവിടെയും ഡാഷ്ബോർഡിലെല്ലാം കാണാം, ബാക്കിയുള്ള എല്ലായിടത്തും വന്നിരിക്കുന്ന കാർബൺ ഫൈബർ ഓപ്പൺ പോർ ആയിട്ടാണ്. അതായത് ഗ്ലോസി ഫിനിഷ് കൊടുത്തിട്ടില്ല, ക്ലിയർ ഒന്നും കൊടുക്കാതെ ഒരു ഡയറക്റ്റ് നമുക്ക് വേവിങ് ഫീൽ കിട്ടുന്ന രീതിയിലുള്ള. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇൻറ്റീരിയറിലെ മെയിൻ ഹൈലൈറ്റ്. അതായത് നമ്മൾ നോക്കുമ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. 2 സ്ക്രീനുകളിൽ, ഈ സ്ക്രീനിൽ നമുക്ക് ഈ പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റ് കൺസോളും എല്ലാം വരുന്നുണ്ട്. ഇവിടെ ഇൻഫർടൈൻമെൻറ്റ് വരുന്നുണ്ട്. അതും തന്നെ ചെറിയ സ്ക്രീനാണ്, വലിയ സ്ക്രീനൊന്നുമില്ല. പിന്നെ ഒരുപാട് നമുക്ക് ബട്ടൺസും കാര്യങ്ങളും നോബും എല്ലാം കാണാം. അതുകൊണ്ട് തന്നെ ഒരു വളരെ മാനുവൽ ഫീൽ കിട്ടുന്നുണ്ട്. ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെറും ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിലല്ല. അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, പക്ഷേ ഒരുപാട് ആൾക്കാർ അതിൻ്റെ ഇൻകൺവീനിയൻസ് പറയാറുണ്ടെങ്കിൽ അതിന് ഒരു നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഇതിലുള്ളത്. പിന്നെ 2 കപ്പ് ഹോൾഡറായിട്ടും ഇവിടെ ഗ്ലോ ബോക്സിലും എല്ലാം തന്നെ ഒരുപാട് സ്പേസ് ഉണ്ട്. സ്റ്റിയറിംഗ് വീൽ നല്ല സ്പോട്ട് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്, ഫ്ലാറ്റ് ബോട്ടമാണ്, എന്നാലും 3 സ്പോക്കാണ്. നമുക്ക് ഒരു പുതുമ ഭയങ്കരമായിട്ട് തോന്നിക്കുന്നില്ലെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് അതിലുള്ളത്. ഇവിടെ മാത്രം കാർബൺ ഫൈബർ ഗ്ലോസിയാണ്, എനിക്ക് തോന്നുന്നു ഒരു കോമൺ എലമെൻ്റായിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ലെതർ റാപ്ഡ് ആണ് എല്ലായിടത്തും. ലെതറെല്ലാം നല്ല ഒരു സ്റ്റിച്ച് ആൻഡ് ഫിനിഷും എല്ലാം നന്നായിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് ആൻഡ് ബിൽഡ് ക്വാളിറ്റി ആണല്ല, നമുക്ക് ചിലപ്പം ചെറിയ ചെറിയ സൗണ്ട് റാറ്റ്ലിംഗ് എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സ്പേസ് പറഞ്ഞു, ഫ്രണ്ടിൽ നല്ല സപ്പോർട്ടീവ് സീറ്റ്, ഇതിൻ്റെ പുറമെ ബക്കറ്റ് സീറ്റായിട്ടുള്ള സ്പോർട്സ് സീറ്റ് ഉണ്ട്. അത് കുറച്ച് ടൈറ്റാണ്, നമ്മളെ പോലെ തടിയുള്ളവർക്ക് കുറച്ച് ടൈറ്റാണ്. പക്ഷേ ഈ ഒരു സീറ്റ് വളരെ കംഫർട്ടബിളാണ്. അത് നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിൽ ഹീറ്റിങ്ങും എല്ലാം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലാണെങ്കിലും നമുക്ക് ഹീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തണുപ്പുണ്ടാകുമ്പോൾ വളരെ സൗകര്യമാണ്. അപ്പോൾ ഹീറ്റിംഗ് എല്ലാം നമ്മൾ ഇവിടെ എല്ലാമാണ് ശരിക്കും എൻജോയ് ചെയ്യുന്നത്. മറ്റേ നമ്മുടെ നാട്ടിൽ നമ്മൾ കൂളിങ്ങിനെ കുറിച്ച് കൂടുതൽ പറയാനുള്ളത്. ഈ ഒരു വണ്ടി ഓടിക്കേണ്ട രീതി ഇതാണ്, ഒരു ഹൈ റെവിൽ പിടിക്കണം. ഹൈ റെവ് പിടിക്കുമ്പോഴാണ് ടർബോൻ്റെ ഫുൾ എഫക്റ്റ് കിട്ടുന്നത്. ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ടർബോ കിടക്കുന്നത് 2 വീൻ്റെ ഉള്ളിലാണ്. പക്ഷെ ചെറിയൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് നോർമൽ ഒരു ഡെലിവറിയിൽ. ഇപ്പോൾ ഡൈനാമിക് പോയാലും നമ്മൾ ഹൈ റെവിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും നല്ല പവർ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ടർബോ ലാഗ് അറിയുന്നില്ല, മാത്രമല്ല ആ പുഷ് കിട്ടുന്നുണ്ട്. നമ്മൾ കുറഞ്ഞ ആർ പി എമ്മിൽ മാറ്റുമ്പം വളരെ കുറഞ്ഞ ആർ പി എം മാറ്റി പിടിക്കുമ്പോഴാണ് ടർബോൻ്റെ ഒരു ലാഗ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ എല്ലാതും നിൽക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഹൈ ആർ പി എമ്മിൽ പോകുന്ന സമയത്തെല്ലാം തന്നെ ശരിക്കും നമുക്ക് നല്ല ഫുൾ പവർ കിട്ടുന്ന ഫീലുള്ളത്. പിന്നെ മുമ്പിലൊരു ടിമ്പർ ട്രക്ക് ഉള്ളതുകൊണ്ട് ഓവർടേക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല ഇപ്പം. പക്ഷേ നിങ്ങളിപ്പോൾ കേട്ടല്ലോ എന്തായാലും ആ ഒരു ഹൈ ലെവലുള്ള ഗിയർ ചേഞ്ചിൻ്റെ ക്വിക്നെസ്സും കാര്യം ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് ടേൺ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ. ശരിക്കും ഇങ്ങനെ ഓടിച്ച് കളിക്കുന്ന ഒരു ഫണ്ണ് വിച്ച് ഇസ് നോട്ട് കോമൺ ഫോർ അസ്. ആൻഡ് ഇൻ ദിസ് കോൺടെസ്റ്റ് എ ടെയിൽ ഫ്രണ്ട്ലി കാർ, വളരെ ടെയിൽ ഫ്രണ്ട്ലി ആണ്. ഞാനിപ്പോൾ നമ്മുടെ ബാഗും കാര്യമെല്ലാം ഉള്ളതുകൊണ്ടാണ് അധികം ടെയിൽ ഫ്രണ്ട്ലി ആക്കാതെ നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ കണ്ടല്ലോ നേരത്തെ എല്ലാം ടെയിൽ ഫ്രണ്ട്ലി ആയിട്ട് ഓടിച്ച സമയത്ത് wow it is something very unique feel and it is amazing. So now let me stop for a coffee. See you later.